ഹായ് ഗൈസ്, പച്ചക്കറിക്കൊക്കെ എന്നാ വിലയാണ്. അപ്പം നമ്മൾ തീരുമാനിച്ച് 2-3 പച്ചമുളക് നട്ട് വെച്ചേക്കാമെന്ന് ഓർത്തു കേട്ടോ. ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ കുറേ വത്തൽമുളകിൻ്റെ അരി ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം അങ്ങോട്ട് പാകി ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു കോലത്തിലായിട്ടുണ്ട്. അച്ഛൻ എല്ലാവരെയും പെറുക്കി എടുത്തുകൊണ്ട് വെച്ചേക്കും കേട്ടോ. ഇനി ഇവരെയൊക്കെ നമ്മൾ ഇതിനകത്തുനിന്ന് പിരിച്ചെടുക്കാൻ പോവാണ്. ഇനി പിരിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഓരോന്നും നല്ല നല്ല ചെടികൾ ഓരോ ഗ്രോ ബാഗിൽ നട്ടു വെക്കാൻ വേണ്ടി. അപ്പം ഇതിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു വളർച്ച എത്തിക്കഴിഞ്ഞിട്ടുണ്ട് മാറ്റി നടാൻ വേണ്ടി. അപ്പം മാറ്റി നടുമോ എന്ന് പറഞ്ഞിട്ട് കിടന്ന് നിൽക്കുന്ന പോലെ ഉണ്ട്. എല്ലാവരും വളഞ്ഞും പൊളഞ്ഞൊക്കെ നിൽക്കുകയാണ്. ഇതിനകത്തൊന്നും നല്ല തൈകൾ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അച്ഛൻ ഓരോ ഹെൽത്തി ആയിട്ടുള്ള തൈകളും സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഗ്രോ ബാഗിൽ 1-2 തൈകൾ വെച്ചാണ് നമ്മൾ നടുന്നത്. ഗ്രോ ബാഗ് കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലത്തെ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുന്ന വളമെല്ലാം ഈ ചെടിക്ക് തന്നെ കിട്ടുകയും ചെയ്യും. വേറെ കളയുടെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല. ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പം മുമ്പ് തന്നെ നമ്മൾ ഗ്രോ ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുമ്പ് കൃഷി ചെയ്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ കുറച്ച് സ്ലോയിലാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളെ സെലക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് പറഞ്ഞാൽ ഇത് നന്നായിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. കഞ്ഞിവെള്ളം ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നമുക്ക് കഞ്ഞിവെള്ളം കിട്ടാത്തതുകൊണ്ട് നമ്മൾ നല്ല ശുദ്ധമായ വെള്ളത്തിൽ നിന്ന് കഴുകിയെടുക്കുകയാണ്. ഇതിൻ്റെ ഇലയിലൊക്കെ ഉണ്ടായിരുന്ന ഈ പ്രാണികളൊക്കെ പോകാൻ വേണ്ടിയാണ്. വെള്ളിച്ച ശല്യമാണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ അത് പോകാൻ വേണ്ടി അതിൻ്റെ ഒടിയാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് കഴുകി എടുക്കുക കേട്ടോ. വേറൊന്നും കഴുകിയെടുക്കരുത്, ഇല മാത്രമാണ് കഴുകിയെടുക്കുന്നത്. ഇവിടുത്തെ ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള തൈകളെല്ലാം നമ്മൾ നമ്മുടെ ഗ്രോ ബാഗിൽ നട്ടു വെക്കാൻ പോവാണ്. അപ്പോൾ മുമ്പ് കൃഷി ചെയ്തിരുന്നതാണ് കേട്ടോ ഈ ഗ്രോ ബാഗൊക്കെ. അപ്പോൾ അതെല്ലാം നേരത്തെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് മണ്ണെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മുമ്പ് വെച്ചിരുന്ന ഗ്രോ ബാഗ് ആണെങ്കിൽ മണ്ണ് കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ ചെറിയ രീതിയിൽ നട്ടു വെച്ചിട്ട് അപ്പോൾ തന്നെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു വാട്ടമൊക്കെ അങ്ങ് മാറിക്കോളും. നല്ല മിടുക്കനായിട്ട് എണീറ്റ് നിൽക്കും കേട്ടോ. അപ്പോൾ ബക്കറ്റിൽ ഇതൊക്കെ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. കാന്താരിയൊക്കെ നമ്മൾ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം ലിയോക്കുട്ടൻ നോക്കുവാണേ ഇവിടെ എന്നാ നടക്കുന്നതെന്ന് എത്തി വരിഞ്ഞ് നോക്കുക. എല്ലാവരും നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ അങ്ങനെ വേഗം ഗ്രോ ബാഗിൽ ചെടികൾ നട്ടു വെക്കുവാണ് കേട്ടോ. നമ്മുടെ കാന്താരി ചെടികളും ഉണ്ട്, അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ തൈയും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെയാണ് നമ്മൾ നട്ടു വെക്കുന്നത്. ഇത് അങ്ങനെ നട്ടു വെച്ച വെള്ളക്കാന്താരിയാണ് കേട്ടോ. വലിയ എരിവൊന്നുമില്ല. വെള്ളക്കാന്താരിയുടെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് സബ്സ്ക്രൈബേഴ്സ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണണം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു ബലമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബക്കറ്റിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാനും നടാൻ വേണ്ടി പോകണം കേട്ടോ. അങ്ങനെ ഞാനും നട്ടു വെച്ചു 1-2 തൈകളൊക്കെ. പച്ചമുളകിനും പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയാണ്. പക്ഷേ വില കൂടുമ്പോഴല്ല നമ്മൾ പച്ചക്കറി വീട്ടിൽ നടുന്നതിനെ പറ്റി ആലോചിക്കുന്നത്. കുറച്ച് നാളായിട്ട് ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വീട്ടിൽ കൃഷിയൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഇനി നമ്മളതെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. പുതിയ പുതിയ വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നല്ല വീഡിയോ ഇല്ലാതിരുന്നതിന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടാറുണ്ടായിരുന്നു. മറക്കരുത് സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പറമ്പിൽ അവിടെ ഇവിടെ എല്ലാം ഗ്രോ ബാഗ് വെച്ചിട്ടുണ്ട്. പഴയ ഗ്രോ ബാഗ് കാണും കേട്ടോ. അത് പൊട്ടിക്കീറി പോയിട്ടൊന്നുമില്ല. നല്ല ഗ്രോ ബാഗ് നോക്കി നമ്മൾ എടുക്കുവാണ്. അപ്പോൾ നമ്മുടെ സൈപ്രസ് ചെടി ഇടയ്ക്ക് ഒന്ന് ട്രിം ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇലയാണ് ഇവിടെ എല്ലാം കൊണ്ട് ഇട്ടേക്കുന്നത്. അങ്ങനെ നല്ല ഒന്നാന്തരം ഒരു ഗ്രോ ബാഗ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇതിനകത്തൊക്കെ മണ്ണ് നന്നായിട്ട് ഇളകി കിടക്കുകയാണ്. നമ്മൾ മുമ്പ് കൂർക്ക കൃഷി ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഈ ഗ്രോ ബാഗൊക്കെ പറമ്പി വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ അതെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. നല്ല കനമുണ്ടായിരുന്നു. മഴ പെയ്തുകൊണ്ട് മണ്ണ് നനഞ്ഞിരിക്കുമായിരുന്നു കേസ്. അപ്പോൾ അതിനകത്ത് അച്ഛൻ പിന്നെയും തൈകൾ നട്ടു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് വെള്ളം ഇലകളിൽ വീഴുന്ന രീതിയിൽ വേണം തളിച്ച് കൊടുക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ വെള്ളിച്ച ശല്യം ഉണ്ടാവും. അപ്പോൾ അവിടെ വെച്ചിരുന്ന ഗ്രോ ബാഗ് ഞാൻ ശക്തിമാൻ എന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതിനകത്തൊക്കെ നട്ടു വെക്കണം. അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് കൃഷി പച്ചമുളക് ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള ഗ്രോ ബാഗുകളൊക്കെ പറമ്പിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഞാൻ മന്ദം നടന്നു പോവാണ്. നനഞ്ഞ് മണ്ണിരിക്കുന്ന ഗ്രോ ബാഗ് ആയതുകൊണ്ട് നല്ല കനമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എടുത്തുകൊണ്ട് വന്ന് നമുക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇതൊക്കെ എന്ത് അങ്ങനെ വന്നിട്ട് എല്ലാം നമ്മൾ നട്ടു വെച്ചു. ഇനി നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി പുതിയ അടിപൊളിയൊരു വീഡിയോയിൽ കാണാം. പക്ഷേ ഒരു കാര്യം മറന്നുപോയി കേട്ടോ. ഒരു ഗ്രോ ബാഗിൽ കുറച്ച് പേര് ഇരിക്കുന്നത് കണ്ടു കേട്ടോ. മുഴുവൻ ഒച്ചാണ്. പഴയ ഗ്രോ ബാഗ് എടുത്ത് നമ്മൾ തട്ടി പുതിയതായിട്ട് നടാൻ വേണ്ടി നോക്കുമ്പോൾ ഇതേപോലെ ഒച്ചൊക്കെ കാണും കേട്ടോ. ഈ ഒച്ച് നമ്മുടെ ചെടിയുടെ ഇലകളെല്ലാം നശിപ്പിച്ച് കളയും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഗ്രോ ബാഗ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അത് പറയാൻ വിട്ടുപോയി. ഇതിനെല്ലാം ഞാൻ കോരി എടുത്ത് പുറത്തേക്ക് ഇട്ടു. നമുക്കിതിനൊരു ആവശ്യമില്ല. ഇവരെ ഒന്നെങ്കിൽ ഉപ്പിട്ട് നശിപ്പിക്കുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ട് കളയുക. അപ്പോൾ നമ്മുടെ കൃഷികൾക്ക് ഇതൊക്കെ ഒരു നാശമാണ്. അപ്പോൾ നശിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ. അപ്പോൾ ഗ്രോ ബാഗ് റെഡിയാക്കുമ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. മണ്ണ് ഭയങ്കരമായിട്ട് ഉറച്ച് കിടക്കുമായിരിക്കും.
അപ്പോൾ അതെല്ലാം ഒന്ന് ഇങ്ങനെ ചിക്കി മാറ്റി റെഡിയാക്കിയിട്ട് വേണം. അപ്പോൾ നമ്മുടെ പച്ചമുളകിൻ്റെ ഈ വേരെല്ലാം നന്നായിട്ട് ഇറങ്ങി പോകണ്ടേ. അപ്പോൾ അവിടെ എല്ലാം ഒച്ച് കിടക്കുകയാണ് കേട്ടോ. അവരവരുടെ വഴിക്ക് പോകുന്നുണ്ട്. ബാക്കിയുള്ളവരെ ഉപ്പിട്ട് നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വെച്ച അടിപൊളി ഗ്രോ ബാഗിനകത്ത് വച്ച നമ്മുടെ പച്ചമുളകിൻ്റെ തൈകൾ വെച്ചിട്ടുണ്ട്. രണ്ടുപേര് വെച്ച് കൂട്ടമായിട്ട് നിന്ന് സൂപ്പറായിട്ട് ഉണ്ടായി വരട്ടെ അല്ലേ. ഇതിനകത്ത് ശരിക്കും ചാണകവും കരിയിലേക്ക് ഇട്ട് നിറച്ചേക്കുന്ന ഗ്രോ ബാഗാണ് കേട്ടോ. ഇനി നമ്മൾ ചാണകം ഇട്ട് കൊടുക്കും. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.